നമ്മൾ അടുത്തിടെ ചെയ്ത ഒരു സ്മാർട്ട് ഫോണാണ് പോക്കോ M4 Pro 5G. ഇപ്പോൾ വന്നിരിക്കുന്നത് പോക്കോ M4 Pro ആണ്. ബോക്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ 5G എന്ന് എഴുത്തില്ല അല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു പോക്കോ M4 Proയും ഈ ഒരു പോക്കോ M4 Pro 5Gയും തമ്മിലുള്ള കാര്യമായിട്ടുള്ള വ്യത്യാസം? നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആകുന്നത്? നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഫോണിൻ്റെ ബോക്സ് ഇതുപോലെ ഒരു മഞ്ഞ ടിപ്പിക്കൽ പോക്കോ ബോക്സ് ആണ്. ഇവിടെ പോക്കോ M4 Pro എന്നിതുപോലെ എഴുതിയിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മളിവിടെ പരിശോധിക്കുന്നത് കൂൾ ബ്ലൂ കളർ വേരിയൻറ്റിലെ 8GB 128GB എന്ന വേരിയൻ്റ് ആണ്. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നും എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇന്ത്യസ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നും എഴുതിയിട്ടുണ്ട്. ഇവിടെ പോക്കോ എന്നെഴുതിയ ഒരു മഞ്ഞ ബോക്സ്. ഈ ഒരു പേപ്പർ ബോക്സിനകത്ത് ഇവിടെ ഇതുപോലെ സിം ഇജക്ടർ പിൻ, ഇതിൻ്റെ യൂസർ മാനുവൽ, ഒരു വലിയ ക്യാമറ കട്ടൗട്ടുള്ള ഒരു ബാക്ക് കേസ്, ക്വാളിറ്റി ഉള്ളതാണ്. ഫോൺ ദേ ഇരിക്കുന്നു. അത് തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം. വേറെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ചാർജിങ്ങിന് ടൈപ്പ് സി കേബിൾ. അപ്പോൾ ദേ ഇരിക്കുന്നു സ്മാർട്ട് ഫോൺ. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. യെസ്, അപ്പോൾ ഇതാണ് ഫോണിൻ്റെ ബാക്ക് സൈഡ്. ദേ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഡിസൈൻ. പോക്കോ ഫോണുകൾ എസ്പെഷ്യലി എടുത്ത് പറയാനുണ്ട്. കുറഞ്ഞ പ്രൈസിങ്ങിൽ കാണാൻ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണ്. ആ ഒരു ക്യാമറ മോഡ്യൂളിൻ്റെ ഡിസൈൻ പോക്കോ ഫോണുകളെ മറ്റ് ഫോണുകളിൽ നിന്ന് വേറിട്ട് നിർത്തും. എന്നാൽ എൻ്റെ കയ്യിൽ വലത്ത് സൈഡിലിരിക്കുന്ന ഈ മഞ്ഞ കളറിലെ ഫോൺ എന്ന് പറയുന്നത് പോക്കോ M4 Pro 5G ആണ്. അപ്പോൾ അതിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറകൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം രണ്ട് ഫോണിലും ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ പോക്കോ എന്നൊക്കെ എഴുതിയിരിക്കുന്നതും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പോക്കോ M4 Proയും പോക്കോ M4 Pro 5Gയും കണ്ടാൽ കാര്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ പോക്കോ M4 Pro 4Gയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ X4 Pro എന്ന് പറയുന്ന പോക്കോയുടെ പുതിയ ഫോണിൻ്റെ ഒരു ഡിസൈനുമായിട്ട് ആ ഒരു ക്യാമറ മോഡ്യൂൾ കണ്ടാൽ ഏകദേശം സാമ്യം തോന്നുന്നുണ്ടെന്ന് പറയുന്നത്. ഇവിടെ പോക്കോ M4 Proയിൽ ഇതുപോലെ ഒരു ക്യാമറ മൊഡ്യൂളിനകത്ത് മൊത്തത്തിൽ 3 ക്യാമറകളാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 64 MP ക്യാമറ സെറ്റപ്പ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പോക്കോ എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്ന പോളി കാർബണേറ്റ് ആണ്. കാണാൻ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് പോക്കോ M4 Pro എന്ന ഈ ഒരു ഫോണിനും നൽകിയിരിക്കുന്നത്. 8.08 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന് 179 ഗ്രാം ഭാരം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാൻ നല്ല ഒരു സുഖമുണ്ട്. ഹാൻഡിൽ ചെയ്യാൻ നല്ല എളുപ്പമാണ്. കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഇൻ ഹാൻഡ് ഫീൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നു. ഫോണിന്റെ വലത് സൈഡിലാണ് വോളിയം റോക്കേഴ്സ്. വോളിയം റോക്കേഴ്സിന് താഴെയായിട്ട് പവർ ബട്ടൺ കാണാം. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. താഴെ മൈക്രോഫോൺ, USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ, ഇടത് സൈഡിൽ സിം ട്രേ, മുകളിൽ 3.5mm ഓഡിയോ ജാക്ക്, രണ്ടാമത്തെ സ്പീക്കർ ഗ്രില്ല്, അതുപോലെ IR ബ്ലാസ്റ്റർ, പിന്നീട് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. അടുത്തായിട്ട് നമുക്ക് ഫോണിന്റെ സിം ട്രേ ഏത് ടൈപ്പാണെന്ന് നോക്കാം. ഞാനൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് പ്രതീക്ഷിച്ചു. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരേ സമയം 2 നാനോ സിം കാർഡുകൾ, ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാം. 6.43 ഇഞ്ചിന്റെ ഫുൾ HD+ AMO LED ഡിസ്പ്ലേ ആണ് പോക്കോ M4 Pro 4G എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതുപോലെ ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണിന്റെ ഡിസ്പ്ലേ നല്ല സ്മൂത്ത് ആണ്, നല്ല റെസ്പോൺസീവ് ആണ്. നല്ല ഒരു 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഷവോമിയുടെയും പോക്കോയുടെയൊക്കെ സ്വന്തം യൂസർ ഇന്റർഫേസ് ഉള്ള MIUIയുടെ ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള MIUI 13ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഷവോമിയുടേതായിട്ടുള്ളതും അതുപോലെ ഗൂഗിളിൻ്റെതായിട്ടുള്ളതുമായ കുറച്ച് ആപ്ലിക്കേഷൻ കൂടാതെ പുറത്തുനിന്നുള്ള ആമസോൺ, നെറ്റ്ഫ്ലിക്സ് അങ്ങനെ കുറച്ച് ഡീസന്റ് ആപ്ലിക്കേഷൻസ് ആണ് കൂടുതൽ നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫോണിനകത്ത് ആൻഡ്രോയിഡ് 12 ഔട്ട് ഓഫ് ദ ബോക്സ് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ആൻഡ്രോയിഡ് 11 ആണ് നൽകിയിരിക്കുന്നത്. നോർമലി ഇത്തരം ഫോണുകൾ 2 വർഷത്തെ മെയിൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് 11 നൽകിയിരിക്കുന്നത് തന്നെ ആൻഡ്രോയിഡ് 12ഉം 13 കിട്ടും നമുക്ക്. പക്ഷേ ആൻഡ്രോയിഡ് 12 ആയിരുന്നെങ്കിൽ ആൻഡ്രോയിഡ് 13ഉം 14ഉം നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ ആൾറെഡി ആൻഡ്രോയിഡ് 13 പുറത്തിറങ്ങാൻ കാത്തിരിക്കുകയാണെന്നും ഓർപ്പിക്കട്ടെ. ബ്ലൂടൂത്ത് വെർഷൻ 5ഉം ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ടും വൈഫൈ കോളിങ്ങും ഒക്കെ നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ ചുരുക്കം ചില ബ്രാൻഡുകൾ മാത്രമാണ് ഇത്തരത്തിൽ സ്റ്റീരിയോ സ്പീക്കർ നൽകുന്നത്. അതിലൊരു ബ്രാൻഡായി പോക്കോ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണത്ത് സ്റ്റീരിയോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. 2 സൈഡിൽ നിന്നുള്ള സൗണ്ടൊക്കെ ഓക്കെ, ബാലൻസിങ് ഒക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഒരു മീഡിയം ക്വാളിറ്റി സൗണ്ടിന് നൽകുന്നുണ്ട്. അതുപോലെ ഹെഡ്സെറ്റുകൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ഫോണിനോടൊപ്പം നമുക്ക് ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ആ ഒരു ഹെഡ്സെറ്റ് ലഭിക്കും. 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഹെഡ്സെറ്റുകൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ ഈ ഒരു ഫോണിന്റെ വീഡിയോ ക്വാളിറ്റി
ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നൽകുന്നുണ്ട്. എസ്പെഷ്യലി ഇതൊരു AMOLED ഡിസ്പ്ലേ ആണ് വിത്ത് 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മനോഹരമായിട്ടുള്ള വീഡിയോ ക്വാളിറ്റി. അതുപോലെ ഫ്രണ്ട് ക്യാമറ വന്നിട്ട് ഇത്തരത്തിലൊരു ചെറിയ വലുപ്പത്തിലാണ് നൽകിയിരിക്കുന്നത്. അതും സെൻറ്റർ പഞ്ച് ഹോളാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ മനോഹരം തന്നെയാണ്. ഒരു കുഴപ്പമില്ല. ഡിസ്പ്ലേ അടിപൊളി. മീഡിയടെക്കിൻ്റെ ഹീലിയോ G96 എന്ന 4G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അതുപോലെ റാം 2 വേരിയൻ്റ് ഉണ്ട്, 6GB 8GB. ഇവിടെ 8GB റാം വേരിയൻറ്റിൽ പോലും 3GB നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും. അതുപോലെ ഇൻറ്റേർണൽ മെമ്മറി വന്നിട്ട് 64GB 128GB ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അവൈലബിൾ ആകുന്നത്. ഈ ഒരു ഫോണിൻ്റെ റാം വന്നിട്ട് LPDDR4X സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 2.2 ഈ സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ മീഡിയടെക്കിൻ്റെ G96 എന്ന് പറയുന്ന പ്രോസസറിനെ കുറിച്ച് പറഞ്ഞാൽ അതൊരു 4G പ്രോസസ്സർ ആണെങ്കിലും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസറാണ്. ഒരുവിധം നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു പ്രോസസർ തന്നെയാണ് മീഡിയടെക്കിൻ്റെ ഹീലിയോ G96. ഈ G96 എന്ന് പറയുന്ന പ്രോസറിൽ തന്നെ ഈ ഒരു 2022 ആരംഭിച്ചിട്ട് തന്നെ എനിക്കൊരു 3-4 സ്മാർട്ട് ഫോൺ 4G ഫോണുകൾ നമ്മൾ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്തൊക്കെ ഒരു മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് 90 Hz റിഫ്രഷ് റേറ്റും ഒക്കെ ചേരുമ്പോൾ മികച്ച ഒരു ഗെയിമിങ്ങിന് ഈ ഒരു സ്മാർട്ട് ഫോൺ ഓക്കെ ആണെന്ന് പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ ഫോണിന്റെ ബാക്ക് സൈഡിൽ 3 ക്യാമറകളാണ്. 64 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ, അതുപോലെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ, ഇങ്ങനെ 3 ക്യാമറകൾ ഫോണിന്റെ ബാക്ക് സൈഡിൽ നൽകിയിട്ടുണ്ട്. സെൽഫി എടുക്കാനായിട്ട് ഇത്തരത്തിൽ 16 മെഗാ പിക്സലിന്റെ ഒരു പഞ്ച് ഹോൾ ക്യാമറ, അതും സെന്ററിലാണ് നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും അത്തരത്തിൽ 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാനാകും. ഈ ഒരു ഫോണിനകത്ത് 5000 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല അത് ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഫോണിന്റെ ബോക്സിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. കൂൾ ബ്ലൂ, പവർ ബ്ലാക്ക്, യെല്ലോ എന്നീ 3 നിറങ്ങൾ ലഭ്യമാകുന്ന ഈ ഒരു പോക്കോ M4 Pro എന്ന സ്മാർട്ട് ഫോൺ നമ്മൾ പരിശോധിച്ചത് ഇവിടെ കൂൾ ബ്ലൂ എന്ന കളർ വേരിയന്റ് ആണ്. അപ്പോൾ ഇതിന്റെ യെല്ലോ ഒക്കെ കാണാൻ കുറച്ചുകൂടി ഒരു മനോഹരമാണ്. ബ്ലൂ കുഴപ്പമൊന്നുമില്ല. അതുപോലെ സ്റ്റാൻഡേർഡ് കളർ വേണ്ടവർക്ക് ബ്ലാക്കും തിരഞ്ഞെടുക്കാം. അപ്പോൾ പോക്കോ M4 Pro 5Gയും പോക്കോ M4 Pro 4Gയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോക്കോ M4 Pro 5G പേര് സൂചിപ്പിക്കുന്ന പോലെ 5G സ്മാർട്ട് ഫോണാണ്. എന്നാൽ ഇന്ന് പരിചയപ്പെട്ട പോക്കോ M4 Pro ഒരു 4G സ്മാർട്ട് ഫോണാണ്. മാത്രമല്ല അവിടെ പോക്കോ M4 Pro 5G എന്ന സ്മാർട്ട് ഫോണും ഈ ഒരു സ്മാർട്ട് ഫോണും 4G എന്ന ഈ പോക്കോ M4 4G സ്മാർട്ട് ഫോണും വിൽക്കുന്ന സെയിം പ്രൈസിനാണ്. അവിടെ 5G തരുന്നതിന് വേണ്ടി ചില കാര്യങ്ങളിൽ പോക്കോ M4 Pro 5Gയിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ പോക്കോ M4 4Gയിൽ 5G ഇല്ല. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നുമുണ്ട്. അതായത് പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് പ്രോസസറിനകത്ത് കാര്യമായിട്ട് വ്യത്യാസം വന്നിരിക്കുന്നു. മീഡിയടെക്കിൻ്റെ 810 എന്ന 5G പ്രോസറാണ് 5Gയിൽ നൽകിയിരിക്കുന്നതെങ്കിൽ മീഡിയടെക്കിൻ്റെ G96 എന്ന 4G പ്രോസറാണ് ഇവിടെ 4Gയിൽ നൽകിയിരിക്കുന്നത്. പിന്നെ അതുപോലെ 5Gയിൽ വന്നിട്ട് 5GB റാമാണ് സ്റ്റാർട്ടിങ്. പക്ഷേ ഇവിടെ 6GB റാം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് ഡിസ്പ്ലേ 5Gയിൽ LCDയും 4Gയിൽ LED-യുമാണ്. ക്യാമറ വരുമ്പോൾ നമുക്ക് 5Gയിൽ വന്നിട്ട് 2 ക്യാമറയേ ഉള്ളൂ. അതായത് ഒരു പ്രൈമറി ക്യാമറയും ഒരു വൈഡ് ആംഗിൾ സെൻസറേ ഉള്ളൂ. മാക്രോ സെൻസർ ഇല്ല. ഇതിനകത്തൊരു പേരിന് ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസർ ഉണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. ബാറ്ററി സൈഡും എല്ലാം സെയിം ആണ്. ഈവൻ പ്രൈസ് പോലും ബേസ് വേരിയന്റിന്റെ സെയിം ആണ്. അടുത്തായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ്. പ്രൈസ് പറഞ്ഞാൽ ഇതിന്റെ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6GB 64GB ആണ്. അതിന്റെ വില എന്ന് പറയുന്നത് 14,999 രൂപയാണ്. അടുത്തൊരു മിഡിൽ വേരിയന്റ് ഉണ്ട് 6GB 128. ഇതിന്റെ വില 16,499 രൂപയും ഹയർ വേരിയന്റ് 8GB 128ന്റെ വില 17,999 രൂപയാണ്. അപ്പോൾ ബേസ് വേരിയന്റ് റാം ഓക്കെയാണ് 6GB. പക്ഷേ ഇന്റർണൽ മെമ്മറി വന്നിട്ട് 64GB ഉള്ളൂ. അതൊരു കുറവാണ് സത്യം പറഞ്ഞാൽ. പ്രൈസ് ഒരു കൺസ്ട്രെയിൻ ഉള്ളവർക്ക് 14,999 രൂപയ്ക്ക് ബേസ് വേരിയന്റ് തന്നെ വാങ്ങാം. അല്ലെങ്കിൽ ഒരു 16,500 മുടക്കി 6GB 128 എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. അതാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പോക്കോ M4 Pro 5G വിത്ത് LCD ഡിസ്പ്ലേ ആണോ അതോ പോക്കോ M4 Pro 4G വിത്ത് LED ഡിസ്പ്ലേ ആണോ ഇഷ്ടപ്പെട്ടത്? വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.